മേയറെ അറിയില്ലേ, ട്രവാൻഡ്രം മേയറെ അറിയില്ലേ, ആര്യയെ അറിയില്ലേ, ധീരസഖാത്തിയെ അറിയില്ലേ. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാം. തമ്പിയുടെ മോളുകൂട്ടുള്ള കാര്യം പ്രശ്നമഴിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ ആയിരുന്നു. പിന്നെ ചാത്തൻ സേവ ഉണ്ടോന്ന് അറിയത്തില്ല വണ്ടിക്കകത്ത്. ഹലോ, അല്ല ഇതാരേ? ജയശങ്കർ സാറാ? എന്താ സാറേ രാവിലെ പതിവില്ലാതെ? മേയറെ അറിയില്ലേ, ട്രവാൻഡ്രം മേയറെ അറിയില്ലേ. ഇന്നലെ വരെ നമ്മളെ കുഞ്ഞുവാവയായിരുന്നു, ഇന്ന് മാറ്റം വല്ലതും വന്നാ? ആര്യയെ അറിയില്ലേ, ധീരസഖാത്തിയെ അറിയില്ലേ. തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യണ ആളിനെ പോലും കാണാൻ പറ്റാത്ത കൂരിരുട്ടിൽ ദൂരെ കൂടെ പോണ ബസ് ഓട്ടിക്കുന്ന ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് കണ്ടുപിടിച്ച് ധീര വനിതയല്ലേ? തമ്മയിക്കണം സാറേ, തമ്മയിക്കണം. ആ പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറ്റാരോപണം ഗുരുതരമായ തന്നെ എങ്കിൽ ആ ഡ്രൈവർ എത് ചെറുക്കൻ ജയിലിടിഞ്ഞാലും വെളി വരൂലായിരുന്നു അല്ലേ സാറേ? അതിനേക്കാൾ ഉപരി നീ ബാലുശ്ശേരി എം.എൽ.എ അല്ലടാ ഡാഷേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സംഗതി കുടുക്കിപ്പോയി. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചോദിക്കേണ്ടിയിരുന്നത്. ചോദിച്ചിരുന്നെങ്കിൽ പെമ്പർമാരെയും വിളിച്ച് വണ്ടി കയറ്റി അവരോരോ വീടുകളിൽ പോയെന്നെ. അല്ല പിന്നെ അത് പറഞ്ഞ ആ രീതിയിലൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായിട്ടുള്ള എന്താണ് അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് പ്രകാരം ഈ എംപാനലുകാരൻ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയത്. അതെന്തായിരുന്നാലും നന്നായി. എന്നാലും ഈ മേയർക്കും ഭർത്താവിനും ഈ ഡ്രൈവർ യദുവിൻ്റെ അടുത്ത് ഇത്രയധികം ദേഷ്യം വരാൻ കാര്യം എന്തിനാന്തോ? ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ നീ ആരായാലും എനിക്കെന്തരി എന്ന രീതിയിലാണ് ഈ ഡ്രൈവൻ മറുപടി പറഞ്ഞത്. പിന്നെ അല്ല, MLA അല്ല മന്ത്രി ആയിരുന്നാലും സാധാരണക്കാരൻ എന്തെങ്കിലും നൊട്ടി. അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അതും അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത്. അത് പിന്നെ ആർക്കായിരുന്നാലും വിഷമം വരൂലേ? MLA അറിഞ്ഞൂടാന്ന് പറഞ്ഞത് സത്യം പോട്ടെ. മാസാമാസം ഓരോ തരികടയും കാണിച്ച് മാനം കെട്ടുകൊണ്ടിരിക്കുന്ന മേയറെ അറിഞ്ഞൂടാന്ന് പറഞ്ഞ ഈ യദു കാണിച്ചത് പോക്കരുതല്ലേ സാറേ? തിരുവനന്തപുരം മഹാറാണിയായ മേയറമ്മയെ കണ്ടിട്ട് വേറെ ഒരു എംപാനലുകാരന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ എന്തിന് അപ്പി എന്നുള്ളതാണ് അവരെ വിഷമിപ്പിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ പോലീസിനെ വിളിച്ചതും പോലീസ് വന്നതും യാത്രക്കാരെയൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതും ക്യാഷുകൾ ചാർജ് ചെയ്തതും. ഏതായാലും സംഗതി ജോറായി. ജോറല്ല സാറേ, ബഹുജോറ് സാറേ. എന്നാലും ആ മെമ്മറി കാർഡ് ആരാണ് കൊണ്ടുപോയെന്ന് അറിഞ്ഞൂടല്ലേ? ഹലോ ഹലോ, അയ്യോ കട്ടായി പോയല്ലേ, എന്തൊരു ചെയ്യാൻ? യവൻ എന്തായിരുന്നു വെപ്പനാളപ്പെട്ട് ഈ ചൂട് സമയത്ത് കിടന്ന് ഉരുളുന്നത്? യവനായിട്ട് തന്നെ എന്തോ മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയത്. എടേ നില്ലടാ, നില്ലേ, നീ തന്നെ മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയത് തന്നെന്ന് തോന്നുന്നു. അവൻ്റെ കള്ള ലക്ഷണം കണ്ട. യവനല്ലാന്നുണ്ടെങ്കിൽ യവനെപ്പോലെ ഒരു നായ തന്നെ മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയത്, തർക്കമില്ല. യാതെ വാ.